ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇനിയും കോളകൾ പൊട്ടിക്കണം. എനിക്ക് ലാമ്പൊക്കെ ഉണ്ടാക്കണം. ലാൻഡ് നമുക്ക് ആ പാണ്ടേനെ കൊല്ലാം. അപ്പം അതിൻ്റെ വയറ്റിൽ നിന്ന് ബാമ്പ് കിട്ടും. നമ്മൾ തീറ്റുമ്പോൾ പറ്റിയ ബാമ്പു അതിൻ്റെ വയറ്റിൽ ദഹിക്കാതെ കിടക്കുന്നുണ്ടോ? കാരണം നമ്മളതിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൈ വിഷം, ഹാൻഡ് പോയ്സൺ. നമ്മളതിൽ ഇവിടുന്ന് താഴത്തേക്ക് വീണാൽ നമ്മുടെ ഒരു പൊടി പോലും കിട്ടും. അവിടെ നിന്ന് ചാടിയാൽ തന്നെ അവിടെ ബ്രിഡ്ജുണ്ടല്ലേ, ഒരു ആക്സ് ഉണ്ടാക്കിയിട്ട് മുറിച്ചോ വേഗം പൊട്ടാൻ. അതുപോലെ ഞങ്ങൾ സ്റ്റിക്കുള്ള ആൾക്കാരോട് നമ്മൾ സ്റ്റിക്കൊക്കെ വെച്ചിട്ടുണ്ട് പൊട്ടിക്കുക. അപ്പം സ്റ്റിക്ക് പൊട്ടി പോകുന്നത് ഇതൊരു മലമീടെയാണ് നമ്മള് നിക്കണത്. മലയിലേക്ക് എത്തണമെങ്കിൽ അക്കേഷ്യയുടെ വഴിക്ക് വന്നോളൂ. അക്കേഷ്യയുടെ വഴിയാ കുറച്ച് എളുപ്പം. എനിക്കിങ്ങനെ കല്ലും കൊട്ടയും നിറഞ്ഞ വഴി തെറ്റി. ഇവിടെ ഒരു കുഴി കുഴിച്ചാ സെറ്റ്. അപ്പൊ അവിടെ കൊണ്ടു കുഴി കുഴിച്ചു. അവിടെ ഇവിടെ കൊണ്ടു കുഴി കുഴിച്ചേ. ജമ്പുനാവ് ഏതാ ഇവിടക്ക് ചാടടി. ഗോൾഡൻ ആപ്പിലേക്ക് അയച്ചോ വീണങ്ങ്. അപ്പുറത്തെ ഐലൻഡിലല്ലേ കിടക്കണേ. ഒരു ഐലൻഡിന്റെ പ്ലേസിലല്ലോ അമ്മ. ഇതാണ് ബ്രിഡ്ജ്. കാണാത്തൊരു കണ്ടോ. അത് നമ്മൾ തിരക്കുന്നു. നമ്മളിങ്ങനെ ബ്രിഡ്ജ് പൊട്ടിക്കൊണ്ടിരിക്കണം. അതാ നമ്മൾ പൊളിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ഏത് ഡിഫിക്കൽട്ടിയിലിട്ടിട്ട് കളിക്കണം. രാത്രി ഫുള്ളും സർവൈവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തൊക്കെ നമ്മൾ ഇടിവെട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഇടിവെട്ട് ഷിബു. നമുക്ക് നമ്മുടെ അലക്സിന്റെ പേര് ചിങ്കിടി കേട്ടാലോ. ഞാൻ അറിഞ്ഞോണ്ടിട്ടാ ബ്ലോക്ക് കോഴ്സിനെ കണ്ടിട്ട് ഓരോന്ന് പറഞ്ഞാണ്ടില്ലേ. ഞാൻ പറഞ്ഞ ചിപ്പി എടി അക്കേഷ്യ പൊട്ടിയാ മോളിലെ നീ. അത് അക്കേഷ്യല്ല, അത് ഓപ്പാണ്. അവിടെ ഒരു അക്കേഷ്യ നിക്കണുണ്ട്. അവിടെ നിക്കണം മരാണ് അക്കേഷ്യ. നമുക്ക് നാളെ നമ്മുടെ അലക്സിന്റെ പേര് മതി ചിപ്പി. നിനക്ക് ഇടിയാന്നല്ലേ. അതാ ഞാൻ വിചാരിച്ചു വെള്ളത്തിക്കാൻ പോണേന്ന്. അടിഭാഗം മാത്രം പൊളിച്ചാൽ മതിട്ടാ. ഇടിയിലൊരു TNT ഇട്ട് വെച്ച് പൊട്ടിക്കണം. ഗൺ പൗഡറിന് നമുക്ക് TNT ഉണ്ടാക്കാം. ഇല്ലേ 7 എണ്ണം. അങ്ങനെ കുറച്ച് അടുത്ത് നിന്ന് പൊട്ടി. എടി അത്ര മതി. നമുക്ക് ഇത്ര അധികം ഇരുന്നുണ്ട്. വീടുണ്ടാക്കാനാണോ അക്കേഷ്യ? ആടി ധാരാളം. ഈശ്വര ഇവിടെ എൻ്റെ അക്കേഷ്യ. എനിക്കൊരു അക്കേഷ്യ ആപ്ലിങ് ഇത് പൊട്ടി ഉണ്ടായിക്കോളൂ. അതിൻ്റെ ഉള്ളത്തെ മരം മൊത്തം പൊട്ടിച്ചെടുക്ക് നീ. അപ്പൊ കിട്ടിക്കൊള്ളും. ഈ അക്കേഷ്യ ഇങ്ങനെ വീണോണ്ടിരിക്കും. അതാ സൈഡിൽ കോളാ എവിടെ റാക്കി വന്നില്ലല്ലേ. പൊട്ടിച്ചത് പണിയുള്ള കാര്യം അത്. കോൾ എടുക്കണവരനൊക്കെ സമ്മതിക്കണം. ഭയങ്കര ടഫ് പരിപാടിയാണ് കോൾ എടുക്കല്. ഇത് വല്ല അപ്പുറത്തെ പറമ്പിലൊക്കെയാണ് കോള് നിൽക്കാൻ മാതിരി. ഇത്ര അധികം ലാൻഡ് ടോർച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തിനാ? അത് തന്നെ പൊട്ടി വീണോളൂ. ഇനി ഇതേ അക്കേഷ്യ സാപ്ലിങ് കിട്ടി. ഒരെണ്ണം മതിയില്ലടി. അക്കേഷ്യ വേഗം പൊട്ടിക്കല്ലേ, ബോണോണ്ട് പൊട്ടിക്കും. മാജിക് ഇൻ മൈ ബോൺസ്. ആരുടെ അവിടെ ഇടിക്കണത്? ബ്രിഡ്ജ് സാപ്ലിങ് മാത്രം എടുക്കണ്ടേ. ബ്രിഡ്ജ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വേറെ ഐലൻഡിൽ പോയ നമ്മുടെ നാട്ടില് ബ്രിഡ്ജ് മാത്രമുള്ള ഒരു ഐലൻഡ് ഉണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് അങ്ങോട്ട് ഇങ്ങോട്ടും വളരെ അടിച്ചിട്ട്. ഇതേ ഒരേ സാപ്ലിങ് വീണിട്ട് അതായത് മാജിക് ഇൻ മൈ ബോൺസ് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ. ബോണോന്റെ ടീമേൻ്റെ പാടാ സഹിക്കാം. നമുക്ക് ഒരു ആക്സ് ഒക്കെ ഉണ്ടാക്കാം. അങ്ങനെ പാണ്ട ഇതെന്തടി ഞാൻ പൊട്ടിച്ചാണല്ലോ. അത്ര
അതുവരേക്ക് ചത്ത് ബാഹുബലി. നമുക്ക് നൈസായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാം. എന്താടി ഒന്ന് രണ്ട് ഗോൾഡൻ ആപ്പിൾ അപ്ലിക്കുള്ള ആപ്പിൾ തിന്ന് അപ്പുറത്തുനിന്ന് കിട്ടിയത്. അല്ലെങ്കിൽ 2-3 ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കിയായിരുന്നു. അയ്യാണായി കെട്ടിയിട്ട് ഒരു കാര്യമില്ലേ. പശു പശു നമ്മളെ ഇരകൾ. എടി മറ്റേതെടുത്ത് അടിക്കടി ഗോൾഡൻ സോഡ്. അയ്യേ ഞാൻ സോഡ് എടുത്ത് അടിക്കടി. നിന്റെ ബാഗത്തെ പശുവിനെ അടിച്ചോ. ഈ പശുവിനെ അടിച്ചോ. ആ പശു കത്തിത്തീരും. ബ്ലാക്ക് പശുവിനെ അടിച്ചോ. കാർപ്പറ്റ് ഉണ്ടാക്കി വെക്കാം. നീയും ചത്തോ? അല്ല പിന്നെ നീയും ചത്തോ? നീ വേവി വെന്തുരുകിച്ചാവും. ചത്തില്ല മരുന്ന് ചത്തില്ലേ? ഞാൻ ചത്ത്. അവിടെ ഓ ആ മരുന്നത് ഗൈസ്. അത് നോക്കൂ ഗൈസ്. അത് പകുതിയായിട്ട് ചത്തു അവൻ ചത്തു. അവനും മരിച്ച റോമട്ടൻ. റോമട്ടനല്ല കുക്കുട് മട്ടൻ. അപ്പുറത്ത് ചത്തു. അവനാ ഈ പ്ലേസിൽ നിന്ന് ഫെല്ല് ചെയ്തിട്ടാ. അയ്യോ അവന്റെ മണി ഒരെണ്ണം കുളത്തിലല്ലോ കിടക്കണേ. ആ മുഞ്ചി എന്തായാലും മണി അടിക്കാൻ നമ്മൾ എത്ര മടിയടിച്ച് വേണ്ട കോപ്പ് കിട്ടിയില്ല. നമ്മുടെ ഇപ്പം നമ്മളിപ്പോ എവിടെയാണെന്ന് കൂടി അറിയില്ല. നമ്മളേതോ മലമുകളിലെത്തി. കോഴില്ല പോണത്. അവിടെയാണ് നമ്മളെ നാട്. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം. നമ്മളെ നാട്ടിലേക്ക് പോകണ്ട. നമ്മൾ ഈ നാട് എടുക്കും. നമ്മൾ ഈ നാട് നമ്മളെ സ്വന്തം. ഒബ്സിഡിയൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഒബ്സിഡിയൻ ഉണ്ടാക്കാൻ പറ്റുമോ? എൻ്റെ ഒരു വണ്ട സംശയമാണ്. ഇന്ന് നോക്കി കോർസാഡ് ഏട്ടാണത് പൊട്ടിച്ചെടുക്കത്. കോർസുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? അയ്യാ ഗോൾഡൻ ആപ്പിൾ എടുത്ത് പിടിക്കലടി. നീ അറിയാണ്ട് തിന്നും. ഗോൾഡൻ ആപ്പിൾ കൊടുക്കാൻ പറ്റില്ല. കൊടുത്തേ. അതിന് പവർഫുൾ ആവുന്ന തോന്നണതാ. അതെണ്ടി അത് രണ്ടും തിന്നു. നിന്റെ 2 ഗോൾഡൻ ആപ്പിൾ അവന്മാര് തിന്നു. അപ്പോഴും തിന്നോടോ. എൻ്റെ ഗോൾഡൻ ആപ്പിൾ കൊടുത്തപ്പോ സീരിയസ് ആണ്. ഒരു പട്ടിക്ക് ഗോൾഡൻ ആപ്പിൾ കൊടുത്താൽ മതിയായിരുന്നു. ആ പട്ടി പൂമിച്ചിട്ടടിക്കും എല്ലാത്തിനും. നമുക്ക് ഇവിടെ പോയിക്കാൻ ഇതിനി ഗോൾഡൻ ആപ്പിൾ കൊടുത്തിട്ട് ഒരു ചുക്കുണ്ടായിട്ട് കുതിര പൂമിച്ചിട്ട് പോയിട്ടാ. കമ്പന്മാരുടെ പുറത്താണ് ഞാൻ കയറില്ല. എനിക്ക് കോഴികളെ വളച്ചെടുക്കേണ്ടതാണ്. അടിക്കടി എൻ്റെ മുഖം തലക്ക് എൻ്റെ ഗോൾഡൻ ആപ്പിൾ തിരിച്ചാണ് ഞാൻ അടിച്ചു. എനിക്ക് ഇവിടെ താങ്ങണേ. മനുഷ്യനെടുക്കും ഞാൻ ഇനി പോയി ഞാൻ പട ഞാൻ പടാക്കിട്ടുണ്ട്. മനുഷ്യനെ ഇവിടെ നോക്കണ്ട. നീ കഷ്ടപ്പെട്ട് ഒരു പണി എടുത്തോണ്ടിരിക്കുമ്പോ അവന്മാര് എന്റെ ഗോൾഡൻ ആപ്പിളും തിന്നിട്ട് വലിയ ഷോർട്ടൊക്കെ ഇത് പൊട്ടിക്കുന്നത് കൊണ്ട് ഇത് പൊട്ടിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്തെന്നാൽ ഡേട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അയ്യോ ഇതെടുക്കാൻ പാടില്ല. തികച്ചും ഈടേട്ടും വ്യത്യസ്തമാണ് മക്കളെ. ഇത് കാണാൻ കുറച്ച് ലുക്കുണ്ട്. ഇത് കാണാൻ കുറച്ച് ലുക്കില്ല. കുറച്ചങ്ങോട്ട് അപ്പുറത്തെ പറമ്പിക്ക് അങ്ങോട്ട് കുഴിക്കടി. ഇങ്ങനെ മതി നേരെ കുഴിച്ച് പോടി. എടി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ പോലത്തെ ടോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കോഴിനെ വെച്ച് കുറി. ഇതാണ് നമ്മുടെ കോഴി ഫാം. എന്താടി ഇത്ര ചെറുതാ കോഴി ഫാം? അത്ര മതി. പട്ടിക്കോഴികൾക്ക് കിടക്കാനുണ്ട്. ഇതിന്റെ താഴെ വേദ കിടന്നു. ഇതാണ് എൻ്റെ കോഴി ഫാം. ഇത് അങ്ങോട്ട് കുഴിക്കണം. അപ്പൊ വന്നവൻ വേറെ കോഴി ഫാം പണിച്ചാവും. അത് താമസിക്കാനുള്ള ഒരു വീടും കൂടി അല്ലേ ഇവിടെ ഉണ്ടാക്കുന്നത്.
ശ്വേത വീട് അപ്പുറത്തെ പറമ്പിലുണ്ടല്ലോ. അതിന്റെ അഹങ്കാരത്തിലാണ് ഈ ശ്വേത. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് താമസിക്കാം. കോഴിയും പട്ടി രാത്രി ഫുൾ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കും. രാവിലെ നമുക്ക് ഉറക്കായി രാത്രി ഉറങ്ങിയിട്ടില്ല പറഞ്ഞിട്ട്. കോഴികൾക്കല്ലേ ഈ വീട്, ഇതിപ്പം പട്ടികൾക്കല്ലല്ലോ. കോഴികൾക്കൊന്നും ഈ വീട് വേണ്ട, നീ താമസിച്ചോ? നല്ല VIP വീട് ആയിട്ടുണ്ട്. കോഴി വീട് അല്ല, ഈ ഡേട്ടിന്റെ പേരെന്തായിരുന്നു? കോർസോട് കേട്ടാ. പട്ടികൾക്ക് താമസിക്കേണ്ട വീടാണ്. ചില പട്ടികൾ പറന്നു പോകും. ഇവിടെ ഒരു ഡോറ് വയ്ക്കണം. 2-3 വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാവും, 4 വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാവും. മറ്റേ കോപ്പുണ്ടാക്കിക്കോ, അതിനുള്ള സാധനം ഉണ്ട് ഇന്ത്യയിൽ. സ്റ്റിക്ക് ഉണ്ടാക്കടി, എന്നിട്ടാണോ ഫെൻസാണോ എനിക്ക് വേണ്ടത്? മേളിൽ വെച്ച് പോകാൻ പറ്റും. മേളിലേക്ക് വെക്കണ്ട, അങ്ങനെ വെക്കണ്ട. 2 ഡോർ കൂടി കൊടുക്കാം. എടി ഓക്ക് ഡോർ ഞാൻ വെക്കാൻ പറ്റുള്ളൂ അവിടെ, ഓക്ക് ഫെൻസ് ഡോറ്. അപ്പൊ ഫെൻസ് ഡോർ തന്നെ അവിടെ വെക്കാൻ പറ്റുള്ളൂന്ന്. ഫെൻസ് ഡോർ അവിടെ വെച്ചിരുന്നു. ഫെൻസ് ഡോർ റെഡി. ഇതിന്റെ മേളിൽ കൂടെ ചാടി കിടക്കാൻ നോക്കിയാ പറ്റൂല എനിക്ക്. ഇത് തുറക്ക്, എന്നാലും ഇതിന്റെ ടെക്നിക്ക് എങ്ങനെ? ടെക്നിക്ക് പിടികിട്ടണില്ല. കുട്ട കോഴികൾ പറഞ്ഞു പോകും, അതാണ് എൻ്റെ പേടി. നമുക്ക് മതി ആ പൊട്ടി കോഴികൾക്കില്ല. സ്ഥാപിക്കാനുള്ള പ്ലേസ് നീ അതിന്റെ ഉള്ളിലല്ലേ? ആടിയൊരു ഐഡിയ കിട്ടി. അത് പൊട്ടിച്ചു. അവിടെ നിൽക്കുള്ള എൻ്റെ ഐഡിയ എന്താന്ന് നീ ഒന്ന് കണ്ടു നോക്ക്. ഉദ്ദേശിച്ച പോലെയല്ല, കോഴികൾക്കിടയ്ക്ക് പറഞ്ഞു മലര് എങ്ങനെയൊക്കെ കോഴിപ്പാന്നൊക്കെ പറഞ്ഞു. ഓക്ക് ഫെൻസ് അവിടെ വെക്കാൻ പറ്റുള്ളൂ. വേറെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഡേറ്റ് ഇട്ട് അടിപൊളിയായിരിക്കും. ഞാൻ അവിടെ ഡേറ്റ് കണ്ടിട്ടു ഓക്ക് ഡോർ അവിടെ വെക്കണം. അപ്പോൾ സോറി, ഞാനെന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലും കൂടി ഡോറിൻ്റെ ഇവിടെയായിട്ട് ഒരെണ്ണം വെച്ചു. ഇതിങ്ങനെ കിടന്നോട്ടെ. ഇവിടെ നമുക്ക് 2 ട്രാപ്പ് ഡോർ വേണം. 2 ട്രാപ്പ് ഡോർ കറക്റ്റ് തന്നെ. എന്തിനാ ജനാലാക്കാനാണ് നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ഇതിനായിട്ട് അടിപൊളിയായിട്ട് വീടുണ്ടാക്കും. ഇതൊരു ജനാലയാണ്. അത് തെറ്റീനെ വളരെ കിട്ടിയത് അതല്ല. പരു 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 പാരു. ഇപ്പൊ പറ്റി കോഴിപ്പാക്കണോ എൻ്റെ വീടാക്കി വീട് പണിഞ്ഞിട്ട് നമുക്ക് അവസാനം ലുക്ക് കാണിച്ചു തരാവേ. സോ ഗൈസ്, എങ്ങനെയൊക്കെയാണ് നമ്മളൊരു വീട് പണിതിട്ടുണ്ട്. ഇതൊരു റൂം
സെറ്റ്. അതാ മുള്ളിന് ആര് മുള്ളിന് ആര് വന്ന് മൂടും. ഒരു വളിച്ച വീട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കഴിച്ച സത്യം പറയാം. കോർസോടെ ഇട്ടോ നമുക്ക് നേരെ പോയിട്ട് ബെഡ് ഉണ്ടാക്കി വെച്ചു. ബ്യാമ്പ് പൊട്ടിച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് നമ്മൾ അവിടെ പാണ്ടത് ഇതുണ്ടല്ലേ ഗ്യാമ്പി പൊട്ടിച്ചുമ്പോ പാണ്ടത് ഇളക്കണെങ്കിൽ ഓരോന്ന് തിന്നു എല്ലാം വീണില്ലേ. പാണ്ടയ്ക്കൊന്നും കൊടുക്കില്ല. വാണ്ടല്ല പാണ്ടയ്ക്കൊന്നുമില്ല ഒരു തേങ്ങ. അവനൊന്ന് കത്തിച്ചിട്ട് പൊക്കോ പാവല്ലേ. വീടിനായിട്ട് പെട കോഴിഫാം അല്ലേ? ശരിയാ, വീട് ചപ്പറ വീട്. അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിള് കോഴിഫാമില്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കോഴിഫാമിന്റെ ഉള്ളിലാണ് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് കാര്യമില്ല. കുഴപ്പമില്ല, അവിടെ നിന്നോട്ടെ. സ്റ്റിക്ക് ഉണ്ടാക്കുന്നു. സ്റ്റിക്ക് പതുക്കെ കഴിഞ്ഞു. എന്തുണ്ടാക്കണ സ്റ്റിക്ക്? ബെഡ് വേണം നിനക്ക്. പിന്നൊരു ആപ്പ്. ഞാൻ എന്തുണ്ടാക്കാണെന്നാണ് സ്റ്റിക്ക് എടുത്തേണ. എനിക്ക് തോന്നണു നീ വാളുണ്ടാക്കാനാണ്. ഫയർ. അയ്യോ ടോർച്ച് ഉണ്ടാക്കാൻ. അതങ്ങോട്ട് മറന്നു പോയി. ഇനി കുറച്ച് പുല്ല് പറിക്കാം. കിളി ആപ്പിൾ കിളി എങ്ങനെയുണ്ട് ചേട്ടാ? ആപ്പിളല്ലേ? കിളി കണ്ടിട്ട് ആപ്പിളായിട്ട് തോന്നുന്നു. അത്രയ്ക്ക് കഷ്ടപ്പെടുന്ന നേരെ ഒരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നീ രണ്ടെണ്ണം ഒരുമിച്ച് പൊട്ടിക്കാം. എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഈ ദേശത്തെ ആളില്ലെന്ന്. ഞാൻ സീഡ് കോഴി ഫാമിൽ എടുത്തണം. അതിന് നമുക്ക് നല്ല ചിലവൊക്കെ വരും. എല്ലാത്തിനെയും കൂടി ചിക്കനാക്കാം. പുല്ലൊക്കെ പൊട്ടിച്ചോ അപ്പൊ കിട്ടും. ഇതെന്താ ഷൂഷു എന്ന് പറഞ്ഞിട്ട് ഇതെടുക്കാൻ പൊട്ടിക്കണായിരുന്നു. കുറച്ച് സ്പീഡിൽ പൂക്കൾ പരിനീരിലത്തെ പൂക്കൾ. നമ്മുടെ വീട്ടിലൊരു കോപ്പ് എന്താ മേട കരിമിയാ കൈമത്തെ പോടിക്കിട്ടാ. കോഴ്സോട് അടക്കണം നമ്മൾ. വീട്ടിലെന്തേലും കേറിണ്ടോ? അപ്പൊ കോഴി അതാ ഞാൻ വാങ്ങ അങ്ങട് ക്രാഫ്റ്റിംഗ് ടൈം എടുത്തുകൊണ്ട് വീട്ടിൽ വെക്കുന്നു. കോഴി ഫാമിന് നമ്മൾ ക്രാഫ്റ്റിംഗ് ടൈം ഞങ്ങൾ മാറ്റണം. കോഴി ഫാം അടയ്ക്കുന്നു. നീ വല്ല കുതിര കയറിയിരിക്കും. എന്നിട്ട് അത് കുതിര ഫാം ആവും. പട്ടിക്കുതിരകൾ 2 ആപ്പിളും തിന്നിട്ട് സുഖിച്ചിരിക്കൊരു സുഖിമാരി. പട്ടിക്കുതിരകളല്ല, പട്ടിക്കുതിര ഒരുത്തനാണ് തിന്നത്. കാർപ്പറ്റ് ഉണ്ടാക്കിക്കോ, അടിപൊളിയാക്കാം. അയ്യോ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല. സ്റ്റിക്കൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയാണല്ലോ കൈ. വൃത്തിയായിട്ട സാധനം. ജനാലും കൂടി ഇവിടെ ഉള്ളില് പെട സാധനങ്ങളാണ് പുറത്ത് വെക്കുക. അത്യാവശ്യം ആകുമ്പോ ഒരു ജയില് പോലെയാവും. അല്ലെങ്കിൽ എന്നാൽ നമുക്ക് കുതിര ഫാമിലിടാം. കുതിര ഫാമാ? പശു ഫാമൊന്നും ഇല്ലേ? അയ്യോ ഇത് മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ലല്ലോ അല്ലേ? ഇൻവെന്ററി നമ്മുടെ അത് കുഴപ്പമില്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ട്രാപ്ഡോർ വെച്ചാലും മതിട്ട് ഒന്നിനും വരാൻ പറ്റില്ല. ന്യൂ വെറൈറ്റി ആയിക്കോട്ടെ. എന്താ കാണിച്ചേ?
ആക്സ് എടുത്ത് കുഴിക്കാം. അപ്പം മുമ്പിച്ചിട്ട് കുഴിക്കാൻ പറ്റും. നിക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞൊരു ഐഡിയ. അടുക്കത് തിരിച്ചു പോ. അത് അടക്കി, അത് ഓഫാക്കി. ആ ശരി, അതല്ല ഞാൻ പറഞ്ഞത് അടയ്ക്കാൻ. ഇതടക്കടി ഫസ്റ്റ്, എന്നിട്ട് വെക്കടി. എന്നിട്ട് അപ്പുറത്തുനിന്ന് കുഴിക്കുന്നു. എന്നിട്ട് അപ്പുറത്തുനിന്ന് വെക്കണം. നൈസ് വർക്ക്. ആ ഇപ്പോഴാണ് സെറ്റ് ചെയ്ത്. കണ്ട ഗൈസ്, ന്യൂജൻ പുറത്തെല്ലാം കാണാൻ പറ്റും, എന്നകത്തേക്ക് വരാൻ പറ്റില്ല. ഹാ ഹാ ഹാ, ഇങ്ങനെയുണ്ട്, സൂപ്പറല്ലേ. കോഴി എങ്ങനെ പറഞ്ഞു? കോഴി അതിൻ്റെ ഉള്ളിൽ കയറിക്കോട്ടെ. ട്രാക്ടറും കൂടി വെക്കാം. കോഴി വരണം, അതിന് വേണ്ടിയിട്ട്. ഇതിലല്ലോ അളെ അറേ ബായ്, ടോർച്ച് ഉണ്ടാക്കണില്ലേ? ഇത് തുറക്കാനും കിട്ടില്ല. ടോർച്ച്, ഐ നീഡ് ടോർച്ച്. Where is torch? പതുക്കെ കുയ്യടി. ക്യാമ്പ് ഫയറാ ഉണ്ടാക്കി വരണം. വേണ്ട, ക്യാമ്പ് ഫയർ ഒക്കെ വെറുതെ ആവും. ടോർച്ച് ഇല്ല. ഓ അതന്നെ 20. ഇതെന്ത് ടോർച്ചാന്നൊക്കെ അറിയൂല. ഇതെന്താ? സോയിൽ അന്നെങ്കിൽ വേണ്ട. നമുക്ക് 4 ടോർച്ച് കിട്ടി കഴിച്ച്. അവിടെ ഇവിടെ കുലുക്കി. അതെന്താ നമുക്കൊന്ന് സാധനം വിട്ടത്? നമ്മുടെ വീട്ടിൽ മൊത്തം ടോർച്ച് ഉണ്ട്. പുറത്തൊരു ടോർച്ച് ഫാർമിലും കൂടി വെക്കാം. ഒരെണ്ണം മതി കോഴികൾ. ആ ധാരാളം കോഴികൾക്ക് കുറച്ച് വെളിച്ചം മാത്രം മതി. കോഴികള് മുട്ടയിടാനും പ്രേരിപ്പിക്കാനും. വേഗം ഡോറങ്ങോട്ട് അടച്ചു വെച്ച്. എനിക്ക് 2 റൗണ്ട് ഉണ്ടാകണമെങ്കിൽ ഡോറില്ല. ടോർച്ച് ബ്ലാക്ക് 4 കിട്ടി. 8 കുറച്ച്. ഇതൊക്കെ എന്താണ്? കോബിൾ സ്റ്റോൺ വള 4 ട്രാപ്പ്. കോബിൾ സ്റ്റോൺ എന്ത് സംഭവം അറിഞ്ഞില്ല. വെറൈറ്റി സാധനങ്ങളൊക്കെ വേണ്ടേ? പക്ഷെ ട്രാപ്പ് ഡോറിന് എനിക്ക് ഇത്ര അധികം സാധനം കുത്തി നിറച്ചിട്ട് അവിടെ ട്രാപ്പ് ഡോറിനാ. ഇതൊക്കെ അവിടെ എവിടെയും കൊണ്ട് വെക്കി. പ്ലേസ് ഉണ്ടാക്ക്. പ്ലേസ് ഇല്ല. അവിടെ എവിടെയും കൊണ്ട് വെച്ചേ. വാട്ട് വെളിച്ചം വന്ന പോലെ പകലത് വെച്ചപ്പോ സിംഗിൾ സാപ്ലിങ് കിട്ടാൻ ഭയങ്കര ഇരിക്കാൻ പറ്റും. ഇതാണ് വേസ്റ്റ്. സിംഗിൾ സാപ്ലിങ് കിട്ടാൻ ഭയങ്കര ഇതാണ്. മക്കേഷ്യ മറ്റിടത്ത് കൊണ്ടുവയ്ക്കും. കോഴി ഫാമിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കട്ടെ വന്നു. വീടിൻ്റെ അവിടെ വെച്ച് വീടിൻ്റെ മുമ്പിൽ മൊത്തം ആവട്ടെ. അതാ കിട്ടി. അച്ചും കോട്ടും വന്ന് തിന്നായിരിക്കും. നമ്മൾ പിച്ചാച്ചി എടുത്ത് കുഴിച്ചു. എടി വാളുണ്ടാക്കുന്നു. ഡോർ കിട്ടിയിട്ട് എന്തിനാടി എനിക്ക്? വാ അതിൻ്റെ മുകളിൽ വെക്കാനാവുള്ളേ. ഇവിടെ നിങ്ങളുടെ വെക്കടി. ഞാൻ പറയണ പോലെ വെച്ചാൽ സെറ്റ് ഔട്ടാ. ഹുയ് 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 ഹുയ്യാ ഹുയ്. മലരി ഇങ്ങനെ വരുള്ളൂ. മുകളിൽ വെക്കാൻ പറ്റില്ലേ? മുകളിലേക്ക് തല നീക്കടി. മുകളിലേക്ക് തലയാക്ക്. ആ ഇവിടെ വെക്ക്. ശേ ഹാ ഇവിടെ വെക്ക്. അവിടെ പോയി. ഗൈസ്, ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പാർട്ട് 3 ഫൈനൽ പാർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഇല്ല. അവസാനം അടുത്ത പാർട്ടിൽ കാണാം. ബൈ.